ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചായക്കച്ചവടം ചെയ്യുന്ന സ്ത്രീ നിയമം പറയുന്നുവെന്ന് പറഞ്ഞ് അമ്മയെ ആക്ഷേപിച്ചത് നിങ്ങളാണ്. ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച ആ കേസ് എവിടം വരെ പോവെന്ന് ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഓഫീസർക്ക് നിശ്ചയമുണ്ടോ? എന്താ ഭയപ്പെടുത്തുകയാണോ? ജീവിതകാലം മുഴുവൻ ഞാൻ ആ കസേരയിൽ ഇരുന്നോളന്നേ. ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും. അതിപ്പോ മുന്നേ എന്ന് സംസാരിക്കുന്നതേ മജിസ്ട്രേറ്റ് ആണോ കളക്ടറാണെന്നൊന്നും എനിക്ക് പ്രശ്നമില്ല. ഒരിക്കലും ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോ സത്യഭാമയ്ക്ക് ലോണ് കൊടുക്കില്ല. ഇനി ഞാൻ അറിയാതെ ഏതെങ്കിലും വഴി ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചാൽ എന്റെ പിടിപാട് വെച്ച് ഞാൻ അതങ്ങ് തടയും. ഇപ്പൊ ശാരദയ്ക്ക് പാസ്സായ ഈ ലോണ് വരെ ഞാൻ അങ്ങ് റദ്ദാക്കുകയും ചെയ്യും. വാശിയുടെ കാര്യത്തിലേ ഞാനൊരല്പം പെശക. അതെന്നെ അടുത്തറിയാവുന്നവർക്ക് നന്നായി അറിയാം. ബ്ലോക്ക് ഓഫീസറും കളക്ടറും അത്ര അടുത്തല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളെ അങ്ങ് അടുത്തറിയാൻ സാധിക്കാത്തത്. എങ്കിലും എന്നെ മനസ്സിലായി കാണുമല്ലോ. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. നിങ്ങൾ മുൻപ് പറഞ്ഞ ഈ ചായക്കടക്കാരിയുടെ മകൾ. എന്റെ എളിയ പിടിപാടിൽ ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് അനുവദിച്ച ലോണ് സത്യഭാമയ്ക്ക് കൊടുക്കാനായി ഓർഡർ ആക്കിയിട്ടുണ്ട്. ഈ നിങ്ങളുടെ തലയ്ക്ക് മുകളിലും ഓഫീസർമാരുണ്ടല്ലോ സാറേ. ആ ഓർഡറും കൊണ്ടാ ആ കാറിപ്പോ വരുന്നത്. മാഡം, ഇതൊന്ന് വായിച്ചു നോക്ക്. നിങ്ങള് ആ കസേരയിൽ ഇരുന്നാലല്ലേ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ കസേരയിൽ നാളെ മുതല് ഞാൻ മറ്റൊരാളെ പ്രതിഷ്ഠിച്ചു. മാഡം, ഒരു ചായക്കടക്കാരിയുടെ മകള് ഇങ്ങനെയെങ്കിലും ചെയ്ത് എന്റെ മനസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്തണ്ടേ? അപമാനം, അതാണ് ഒരു ശരാശരി മനുഷ്യന് ഒട്ടും സഹിക്കാനാവാത്തത്. നിങ്ങളുടെ വാക്കുകളിൽ കണ്ടതും ഞാനതാ. ഇനി കുറച്ചുനാള് വീട്ടിലിരിക്കെ. അപ്പോ ഒരാളെയും വകവയ്ക്കാത്ത ഈ കാലഹരണപ്പെട്ട സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ. അതെ, ചായ കുടിച്ചതിന്റെ കാശ് അത് കൊടുത്തിട്ട് പോണം സാറേ. സാറിന്റെ ഭാഷയിൽ പറഞ്ഞ അന്തിപ്പിച്ചക്കാരി. ഇതുകൊണ്ടൊക്കെയാ ജീവിക്കുന്നത്.